ഹായ് മകളെ, 2025 നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി ടെല ക്ലാസ്സസ് ലോഞ്ച് ചെയ്യുന്ന ഏറ്റവും പുതിയ കോഴ്സാണ് ഓർഗാനിക് കെമിസ്ട്രി അറ്റ് യുവർ ഫിംഗർ ടിപ്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ്, എന്താണ് ഈ ഓർഗാനിക് കെമിസ്ട്രി അറ്റ് യുവർ ഫിംഗർ ടിപ്സ്? നമ്മൾ കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഓർഗാനിക് കെമിസ്ട്രി. കാര്യം പല രീതിയിൽ അവിടെ നിന്ന് ചോദ്യം വരാം. ഇനി നമ്മുടെ നീറ്റ് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കെമിസ്ട്രിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തിൽ നിന്ന് തന്നെയാണ്? ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ആ ഓർഗാനിക് കെമിസ്ട്രി ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടി ടെല ക്ലാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോഴ്സാണ് ഓർഗാനിക് കെമിസ്ട്രി അറ്റ് യുവർ ഫിംഗർ ടിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് സാറ് പറഞ്ഞുതരാം. നമ്മൾ +1ലെയും +2ലെയും അല്ലെങ്കിൽ നമുക്ക് നീറ്റ് എക്സാമിന് വേണ്ട കംപ്ലീറ്റ് ഓർഗാനിക് കെമിസ്ട്രിയുടെ ക്ലാസ്സുകളും ഏറ്റവും ബേസ് തൊട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ലെവൽ വരെയുള്ള ക്വസ്റ്റ്യനുകൾ പോലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ പ്രാപ്തരാക്കുന്ന കോഴ്സാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി അറ്റ് യുവർ ഫിംഗർ ടിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന നിങ്ങൾക്ക് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സ് എല്ലാമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു പോയിന്റ് പോലും മിസ്സാകാതെ, എന്നാൽ യാതൊരു തരത്തിലും നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും നമ്മളിവിടെ പറയുന്നില്ല, എന്നാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ബേസ് തൊട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ മുൻപിലോട്ട് സാറ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ മക്കളെ, 75 ദിവസം കൊണ്ട് 100 വീഡിയോ ലെക്ചേഴ്സ്. ഈ 100 വീഡിയോ ലെക്ചേഴ്സിൽ നമ്മളെ ടോപ്പിക്കുകൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ കംപ്ലീറ്റ് ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ക്ലാസ് കാണേണ്ടതെന്നും എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു കോഴ്സിനകത്ത് വരുന്ന അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമ്മളെ വ്യത്യസ്ത ടോപ്പിക്കുകളെന്നും സാർ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ മക്കളെ, ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ. ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ ക്ലാസിഫിക്കേഷനെ പറ്റിയും എങ്ങനെയാണ് ഈ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ പേര് എഴുതേണ്ടത്, അതിപ്പോൾ അവരുടെ IUPAC നെയിം ആയിക്കോട്ടെ, കോമൺ നെയിം ആയിക്കോട്ടെ, ഡിറൈവ്ഡ് നെയിം ആയിക്കോട്ടെ, ഇതെല്ലാം എഴുതുന്നത് എങ്ങനെയെന്ന് ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. ഇനി രണ്ടാമതായിട്ട് മക്കളെ, ഓർഗാനിക് കോമ്പൗണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടോപ്പിക്കാണ് ഐസോമെറിസം. അപ്പൊ രണ്ടാമത്തെ സെക്ഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ഐസോമെറിസത്തിനെ പറ്റിയാണ്. ഓക്കെ, കംപ്ലീറ്റ് ഓർഗാനിക് കോമ്പൗണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട ഐസോമെറിസം, ബോത്ത് സ്ട്രക്ചറൽ ആൻഡ് സ്റ്റീരിയോ ഐസോമെറിസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, മൂന്നാമതായിട്ട് നമ്മളുടെ ടോപ്പിക്ക് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി 1ഉം നാലാമതായിട്ട് GOC 2ഉമാണ്. ഓക്കെ മക്കളെ, ഓർഗാനിക് സംബന്ധമായ കെമിക്കൽ റിയാക്ഷനുകളെ പറ്റി, ഈ കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ഈ കെമിക്കൽ റിയാക്ഷന്റെ മെക്കാനിസം ഏത് രീതിയിലാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ GOC 1ഉം GOC 2ഉമായിട്ട് പഠിക്കുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക്കാണ് പ്യൂരിഫിക്കേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ. ഓക്കെ, നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക്ക് പ്യൂരിഫിക്കേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ, ഓർഗാനിക് കോമ്പൗണ്ടുകളെ എങ്ങനെ പ്യൂരിഫൈ ചെയ്യണം എന്നുള്ള കാര്യത്തിനെ പറ്റി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഈ തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് അനാലിസിസിനെ പറ്റിയും ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവസാനമായിട്ട് ലിവിങ് ഓർഗാനിസംസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചില ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഉണ്ടല്ലോ, അവരെ നമ്മൾ സ്പെഷ്യലി എടുത്ത് വിളിക്കുന്ന പേരാണെന്ത്? ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂളുകളെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി അറ്റ് യുവർ ഫിംഗർ ടിപ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ടോപ്പിക്കുകളോടെ നമ്മളെ നീറ്റ് എക്സാമിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ഓർഗാനിക് കെമിസ്ട്രിയും കവർ ആവുന്നതാണ്. ഇനി ഓരോ ലെക്ചേഴ്സിലും കൃത്യമായി ഓരോ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ, 1, 2, 3 അല്ല, ഒരുപാട് ക്വസ്റ്റ്യനുകൾ സാർ ക്ലാസ്സിൽ തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇതേ മോഡൽ ക്വസ്റ്റ്യനുകൾ നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. നമ്മളെ ഓർഗാനിക് കെമിസ്ട്രി അറ്റ് യുവർ ഫിംഗർ ടിപ്സ് എന്ന് പറയുന്ന ഈ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടുന്നത്? നമുക്കൊരു സംശയം കാണുമല്ലോ. നോക്കിക്കോ, ഏറ്റവും പ്രധാനമായിട്ട് ഒന്നാമതായിട്ട് നമ്മൾ പറയുന്ന വീഡിയോ ലെക്ചേഴ്സ്. മക്കളെ, വീഡിയോ ലെക്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ കോഴ്സിൽ ഓർഗാനിക് കെമിസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് 100 വീഡിയോ ലെക്ചേഴ്സ് ആണുള്ളത്. ഈ 100 വീഡിയോ ലെക്ചേഴ്സിൽ പ്യുവർലി കൺസെപ്റ്റുകളാണ്, ബേസ് ആയിട്ട് ക്ലാസ്സുകളും ക്വസ്റ്റ്യനുമാണ് പറയുന്നത്. ഇനി ഇത് കൂടാതെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് ഉണ്ട്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസും കാണും.
ഓക്കെ, അപ്പോൾ വീഡിയോ ലെക്ചേഴ്സിന്റെ കൂട്ടത്തിൽ നമുക്ക് 100 വീഡിയോ ലെക്ചേഴ്സ്, ഈ 100 വീഡിയോ ലെക്ചേഴ്സ് ആയിട്ട് നമ്മളിതാ 75 ദിവസം കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈം ടേബിളിൽ ഈ 100 വീഡിയോ ലെക്ചേഴ്സും കംപ്ലീറ്റ് ആകുന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ട്. നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകൾക്കനുസരിച്ച് ഓരോ ടോപ്പിക്കിൽ നിന്നും 200-300 ചോദ്യങ്ങളൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് കാണും. ഓക്കെ, ഇനി ഒരു ദിവസം നിങ്ങളിപ്പോൾ വീഡിയോ ലെക്ചർ കണ്ടു, പിന്നെ എന്താണ് ചെയ്യേണ്ടത് മക്കളെ? ഓരോ വീഡിയോസും കാണുന്നതിന്റെ കൂടെ തന്നെ സ്വന്തമായി നിങ്ങൾ ലെക്ചർ നോട്ട് ഉണ്ടാക്കണം. നമ്മൾ PDF നോട്ടുകൾ തരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ നോട്ടിൽ സാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ എഴുതുന്ന സമയത്ത് അത്രയും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു നോട്ട് പിന്നെ തരാൻ പറ്റില്ല. ഓക്കെ, സാറ് ക്ലാസ്സിൽ എഴുതുന്ന നോട്ട് നിങ്ങൾക്ക് PDF ആയിട്ട് തരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഓരോരുത്തരും ക്ലാസ് കാണുന്ന സമയത്ത് എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് നോട്ട് എഴുതുക. ഇപ്പൊ മലയാളത്തിലെങ്കിലും മലയാളത്തിലെ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് അത് നിങ്ങൾ സൈഡിലോട്ട് എല്ലാ കൺസെപ്റ്റുകളും കൃത്യമായിട്ട് നോക്കി വെക്കുക. പിന്നെ അങ്ങോട്ട് റിവിഷന്റെ സമയത്ത് നമുക്ക് ഇത് ഒരുപാട് ഗുണം ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോട്ട് തയ്യാറാക്കിയതിന് ശേഷം ഓരോ ലെക്ചറും കണ്ടതിന് ശേഷം അതിന്റെ നോട്ട് തയ്യാറാക്കുന്നു. ലെക്ചർ കാണുന്നതിന്റെ കൂടെ അതിന്റെ നോട്ട് തയ്യാറാക്കുന്നു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ഉണ്ട്, DPP ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം ഉണ്ട്. അതായത് നമ്മളിപ്പോൾ 2 മണിക്കൂറിന്റെ ഒരു വീഡിയോ ലെക്ചർ കണ്ടാൽ ആ 2 മണിക്കൂറത്തെ വീഡിയോ ലെക്ചറിൽ അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ പഠിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ. ഓക്കെ, നമ്മൾ ആ കണ്ട വീഡിയോ ലെക്ചറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനുകൾ ടൈം ലിമിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഈ പഠിച്ച കൺസെപ്റ്റുകൾ എത്രത്തോളം മനോഹരമായിട്ട് നമുക്ക് മനസ്സിലായി എന്നും എത്ര നല്ലപോലെ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഉള്ള കാര്യം അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ ലെക്ചേഴ്സ് കാണുക, DPP ക്വസ്റ്റ്യനുകൾ അറ്റൻഡ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ജോലി. ഓക്കെ, ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ മക്കളെ ഏതാ നോക്കുക, വീഡിയോ ലെക്ചേഴ്സ് ഉണ്ട് 100 വീഡിയോ ലെക്ചേഴ്സ്. ആ 100 വീഡിയോ ലെക്ചേഴ്സ് കൂടാതെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് വരുന്നുണ്ട്, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് വരുന്നുണ്ട്, ടോപ്പിക് വൈസ് എക്സാംസ്, അത് കൂടാതെ മെഗാ എക്സാമുകൾ വരുന്നുണ്ട്. ഈ മെഗാ എക്സാമുകൾ എന്ന് വരെ ഉണ്ടായിരിക്കും? അപ് ടു നീറ്റ് 2025 നീറ്റ് എക്സാം എത്തുന്നത് വരെ നിങ്ങൾക്ക് എക്സാമുകൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതാ മക്കളെ ഡൗട്ട് ക്ലിയറൻസ് ഇതും എന്ന് വരെ മക്കളെ 24/7 2025 നീറ്റ് എക്സാം വരെ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും, നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് 1 മാർക്ക് പോലും മിസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടി നിങ്ങളോടൊപ്പം സാറും ഉണ്ടാവും. ഓക്കെ അല്ലേ? എല്ലാവരും സെറ്റല്ലേ? ഇനി മക്കളെ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം തരുന്നുണ്ട് നിങ്ങൾക്ക്. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് കൃത്യമായിട്ട് പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ട മെന്റർഷിപ്പും നമ്മളുടെ ഡെഡിക്കേറ്റഡ് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ ആണോ? നിങ്ങൾ കൃത്യമായ ട്രാക്കിലൂടെയാണോ പോകുന്നത്? മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? പഠിക്കാൻ പറ്റുന്നില്ലേ? ഈ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട പേഴ്സണൽ മെന്റർഷിപ്പും ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് യാതൊരു തരത്തിലും നമുക്കിനി വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. ഈ വരുന്ന 2025 നീറ്റ് എക്സാമിന് ഓർഗാനിക് കെമിസ്ട്രിയുടെ പ്രാധാന്യം ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഓർഗാനിക് കെമിസ്ട്രിയിലെ കംപ്ലീറ്റ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. അതിന് ഓർഗാനിക് കെമിസ്ട്രി അറ്റ് യുവർ ഫിംഗർ ടിപ്സ്.